ഓ, ഇറങ്ങിയോ? എവിടേക്കാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോടാ. കുറച്ച് ദൂരേക്ക്, അത്രമാത്രം ഇപ്പൊ അറിഞ്ഞാ മതി. ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കണ്ടിടം നിരങ്ങി നടക്കാനാ പരിപാടിയെങ്കിൽ തിരികെ വരുമ്പോ ഞാൻ വീട്ടിൽ കയറ്റത്തില്ല, പറഞ്ഞേക്കാം. സന്തോഷം. ഞാൻ ഏതെങ്കിലും കടത്തിണ്ണയിൽ അന്തി ഉറങ്ങിക്കോളാം. അപ്പോ ചോദ്യം ചെയ്യലുമായി ആരും പിന്നാലെ കൂടില്ലല്ലോ. എപ്പോഴാ മടക്കുമെന്ന് ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? നീ എന്നെ മറക്ക്, എന്നിട്ട് മറ്റൊരു വിവാഹം കഴിക്കുക. ശരി, രാത്രിയിൽ യാത്രയില്ല. എവിടേക്കാ പോണെന്ന് അവൻ നിന്നോടെങ്കിലും പറഞ്ഞു മോളെ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. മോളു, മോളു, മോളു. എന്റെ മാതാവേ, ഈ കൊച്ചിതെവിടെ പോയി? മോളു, മോളു, സാറാമെടുത്തി എഴുന്നേറ്റേ. എന്റെ മോളുനെ കാണുന്നില്ല. എന്താ പറഞ്ഞത്? അയ്യോ, മോളുനെ കാണാനില്ലെന്ന്. കർത്താവേ, കൊച്ചിതെവിടെ പോയത്? എന്നോടാണോ ചോദിക്കുന്നത്? ഞാൻ ഇവിടെ ഇരിക്കുവായിരുന്നല്ലോ. എപ്പോഴാ ഉറങ്ങിപ്പോയത്? മോളു, മോളു, അയ്യോ മോളെ, മോളു. രണ്ടെണ്ണം കിടന്ന് ഉറങ്ങുന്നുണ്ടില്ലേ? എന്തൊരു ഉറക്കമാടാ. റോസ് മോളെ കാണാനില്ല. മനുഷ്യനെ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല. എടാ ബ്രിട്ടോ, നിന്റെയൊക്കെ ഉറക്കം കാരണം ആ കൊച്ചു വീട് വിട്ടു പോയി. എഴുന്നേക്കടാ. ഓടിച്ചെന്നാ പറമ്പിലെങ്ങാനും നോക്കടാ. എന്റെ ഈശോയെ. അയ്യോ, എല്ലാരും ഉറക്കി കിടത്തിട്ട് ഈ കൊച്ചെങ്ങോട്ട് പോയതാ? അയ്യോ,
ഇത്ര ആൾക്കാരുള്ള വീടാ. എന്നിട്ട് ആരും അറിഞ്ഞില്ല അവൾ എങ്ങോട്ട് പോയെന്ന്. രാത്രി കഴിക്കാനുള്ള മരുന്നും കഴിച്ചോണ്ട് കിടന്നോണ്ടാ ഞാൻ ഉറങ്ങിപ്പോയത്. അയ്യോ, ഇല്ലെങ്കി ഇരുട്ടി വെളുക്കോളം എന്റെ കണ്ണടയത്തില്ലായിരുന്നു. ഉറങ്ങണ്ടാന്ന് വിചാരിച്ച ഉറങ്ങത്തില്ല, അതാ എന്റെ ശീലം. പക്ഷെ ഇന്ന് രാത്രി മാത്രം റോസ് മോള് വന്ന സന്തോഷത്തിൽ യവമാര് കുടിച്ചിട്ടുണ്ടാവും. അതാ ചത്തപ്പടി കിടന്നുറങ്ങിയത്. എന്റെ പുണ്യാളന്മാരെ, ഞാൻ 1001 അനാഥ കുട്ടികൾക്ക് സദ്യ കൊടുത്തോളാമേ. എന്റെ കുഞ്ഞിനെ ഇനി തിരികെ തരണേ. എന്റെ കുഞ്ഞിനൊരാപത്തും വരുത്തല്ലേ. മോളു, 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 കത്രീനെ, മോളു, എടി കത്രീനെ. മോളു. ഇല്ല കത്രീനമ്മേ, പറമ്പിൽ എങ്ങും അവളില്ല. ഞങ്ങള് ഗേറ്റ് തുറന്നു കിടക്കുക അവിടെ. അപ്പ അവള് വീട് വിട്ട് പുറത്തു പോയി. എടി, നിക്കടി അവിടെ. അതിന് കത്രീനമ്മ എങ്ങോട്ട് പോകാൻ പോവാ? മാറി നിക്ക്. എന്റെ മോളിനൊരാപത്ത് സംഭവിക്കാൻ പാടില്ല. എനിക്ക് എന്റെ മോളെ കൂട്ടിക്കൊണ്ടുവരണം. മാറല്ലേ അതിന് പറഞ്ഞേ. കത്രീനമ്മ പോണ്ട, ഞങ്ങള് പോയച്ചു വരാം. അതെ, അവര് പോയച്ചു വരട്ടടി കത്രീനെ. നീ വാ, വണ്ടി എടുത്തേ. പെട്ടെന്ന് വരണം. അവളെയും കൊണ്ട് നിങ്ങൾ ആ, തിരികെ ശരി, വരാം. ശരി. ചെല്ല്. പെട്ടെന്ന് പോയി നോക്കിട്ട് വാടാ. അയ്യോ, എന്റെ ദേഹം തളരുന്ന പോലെ തോന്നുന്നു. അവന്മാര് അവളെയും കൊണ്ട് വരും കത്രീനെ. നീ ഒന്ന് സമാധാനപ്പെട്. സമയം എത്രയെന്ന സാറമ്മയെടുത്തൊരു ധാരണ. 1 മണി കഴിഞ്ഞു. അയ്യോ, എന്റെ കുട്ടിക്കിനെ. അയ്യോ, എന്റെ കർത്താവേ, മാതാവേ. റോസ, ഇത് ഞാനാ, ടോമി. ടോമിയ, നിന്നെ കണ്ടത് എത്ര നന്നായി. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? നിനക്കറിയാലോ റജി എവിടെ ഉണ്ടെന്ന്. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. റജിനെ കാത്തിരിക്കുക. ഞാൻ കയറട്ടെ. റജിയുടെ വീട്ടിൽ പോവാനേ എന്തിനാ ഈ വണ്ടി കയറുന്നേ? ദേ, ആ കാണുന്ന വീട്ടിലുണ്ടാവും. വാ, വാന്നേ. റജിയുടെ ഈ പുതിയ വീട്ടിൽ റോസ് വന്നിട്ടില്ലേ? ഇല്ല, ഇപ്പൊ ഒരു കാര്യം എന്നോട് പറയാറില്ല. ഞാനവനൊന്ന് കാണട്ടെ. നല്ല തല്ല് കൊടുക്കുന്നുണ്ട്. ടോമി ആരെ എങ്ങനെ പേടിച്ചു നോക്കുന്നേ? പോലീസുകാരെ തന്നെ. അവരെന്നെ തേടി പരക്കം പായ. അതിന് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, പക്ഷേ പോലീസുകാരുടെ ദൃഷ്ടിയില് ഞാനിപ്പോ തെറ്റുകാരനാ. എന്തായാലും അങ്ങനെ ഒരു ലേബൽ കിട്ടിയ സ്ഥിതിക്ക് ഒരു തെറ്റുകൂടിയാവാം, അല്ലേ റോസ്? ഈ പാതിരാത്രിയിൽ നീ എന്ത് തെറ്റാ ചെയ്യാൻ പോന്ന്? കഴുത്ത് ഞെരിച്ചുള്ള ഒരു കൊല. ആരെ? നിന്നെ. എന്നെയോ? എന്താ വിശ്വാസം വരുന്നില്ലേ? എന്നാ കണ്ടോ, നമ്മളെ ഇവിടെ. അങ്ങനെ ഒരു സാഹചര്യം ഞാൻ നഷ്ടപ്പെടുത്തിയാലോ? കാത്തിരിക്കുന്നുണ്ടാവോ അവൻ?
സാറ് ചോദിച്ചു കേട്ടില്ലേ? റാഫി വേണ്ട, ടോമി ആകെ അപ്സെറ്റാ. ഇപ്പം മറുപടി പറയാനുള്ള മൂഡുണ്ടാവില്ല. സർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ പറഞ്ഞത് തന്നെ ഒരു തെറ്റല്ലേ? അവസാന നിമിഷവും ഞാൻ നിരപരാധിയാണെന്ന് പറയാനുള്ള ടോമിയുടെ ചങ്കൂറ്റുണ്ടല്ലോ, അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. സ്ട്രോങ് എവിഡൻസ് കിട്ടിക്കഴിഞ്ഞു. അത് നിന്റെ മുന്നിൽ നിരത്താം. ഞങ്ങൾക്കറിയേണ്ട ബാക്കി കാര്യങ്ങൾ ശേഷം നീ പറയണം. അർദ്ധരാത്രി കഴിഞ്ഞ നേരത്തെ രക്ഷപ്പെടാൻ നോക്കായിരുന്നുവൻ റാസ്കൾ. എന്നിട്ട് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന്. കള്ളനും കൊലപാതകയ്ക്കൊക്കെ അവർ ചെയ്യുന്ന ഒരു തെറ്റല്ല. പിന്നെ എങ്ങനെ ഇവനത് അംഗീകരിക്കും? അന്വേഷണം തുടങ്ങിയ നാൾ മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ യഥാർത്ഥ പ്രതിയുടെ മുഖം. പക്ഷേ മറ്റു പലരെയും അറസ്റ്റ് ചെയ്യുമ്പോഴും ഇയാളെ മാത്രം ഞാൻ ഒഴിവാക്കി നിർത്തി. മനഃപൂർവ്വമാണ്. നീ എവിടെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു, നീ എത്രമാത്രം ടെൻഷൻ അനുഭവിക്കുന്നു, ഇതൊക്കെ നിന്നിലെ കൊലയാളെ കണ്ടെത്താൻ എളുപ്പമാർഗമാണെന്ന് എനിക്ക് തോന്നി. യവനെ അകത്തിട്ട് 2 പൊട്ടിക്കട്ടോ സാറേ? വേണ്ട, ടോമി നടന്നതെല്ലാം നടന്ന പോലെ വിവരിക്കും. പിന്നെന്തിനാ പൊട്ടിക്കലും ചീറ്റിക്കലും ഒക്കെ? അല്ല സാറേ, മുകളിൽ നിന്ന് ഏതെങ്കിലും നാറികളവന്റെ രക്ഷയ്ക്കെത്തുന്നതിന് മുമ്പ് 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അത്രയെങ്കിലും ആയല്ലോ. മുകളിൽ നിന്ന് ആരും വിളിക്കില്ല. അതിനുള്ള പഴുതുകളൊക്കെ അടച്ചിട്ട് തന്നെയാ കേസ് അന്വേഷണം ഞാൻ ഏറ്റെടുത്തത്. ഇവന്റെ കയ്യിൽ രക്തക്കറയുണ്ടെങ്കിൽ ഒരു ജയിൽ ശിക്ഷയിലൂടെ മാത്രമേ ഇവനത് കഴുകി വൃത്തിയാക്കാൻ പറ്റൂ. നിയമത്തിന്റെ മുന്നിൽ നിന്നൊരു രക്ഷപ്പെടൽ അതിന് ഞാൻ അനുവദിക്കില്ല. നോക്കി പേടിപ്പിക്കണ്ട. അതിൽ ചൂളിപ്പോകുന്ന ഒരു സാധാരണക്കാരനല്ല ഞാൻ. നിന്റെ തലതൊട്ടപ്പന വരെ വരച്ച വരയിൽ നിർത്താൻ കഴിയുന്ന, നീതിയും നിയമവും എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പോലീസ് ഓഫീസറാണ്. അതുകൊണ്ട് കണ്ണിൽ ഇത്രയും ദോഷം വേണ്ട. റോസ് ഇല്ലാതെ നമ്മൾ എങ്ങനെയാടാ കത്രീന നമ്മുടെ മുന്നിൽ ചെന്ന് നിൽക്കുക? നമ്മളാൽ കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ നോക്കിയില്ലേ? കാണാത്തതിന് ഇപ്പം എന്ത് ചെയ്യാനാ? അങ്ങനെ ചെന്ന് കത്രീന നമ്മൾ പറയാൻ പറ്റുമോ? പിന്നെന്താ പറയാൻ പോകുന്നേ? അത് നമുക്ക് അങ്ങോട്ട് പോവാതിരുന്നാലോ? നീ എന്താടാ ഈ പറയുന്നേ? അവിടെ കത്രീനാമ്മ ആദ്യ കയറിയിരിക്കുമ്പോൾ നമ്മൾ തിരികെ ചെല്ലാതിരുന്ന പിന്നെ അതിന്റെ പേരിൽ അവർ വിരൽ പിടിച്ച് ഓടണോ? അവള് ഞാനുള്ളപ്പോ എങ്ങോട്ട് ഇറങ്ങിപ്പോകത്തില്ല എന്നൊക്കെയാ സാറാമ്മ ചേർത്തി വാചകം അടിച്ചത്. എന്നിട്ട് അർദ്ധരാത്രി ആയപ്പോ പോത്തിനെ പോലെ കിടന്ന് ഉറങ്ങിയിരിക്കുന്നു. ദേ ഇപ്പൊ ടെൻഷനൊക്കെ നമുക്ക് പോയി. ദേ നീ ഇവിടെ കയ്യെന്ന് വെച്ച് നോക്കിയേ, പടപടാന്നാ ഇടിക്കുന്നത്. നീ പേടിക്കണ്ട. നീ അന്നത്തെ പോലെ റോസ് നമ്മുടെ മുമ്പിൽ തന്നെ വന്ന് വിടും. ആ കാത്തിരുന്നോ, പെടും. എടാ, അന്ന് നമ്മുടെ മുമ്പിൽ തന്നെ അവളൊന്ന് ചാടിയത് ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടാ. ഒരു തലനാരയുടെ തെറ്റിയിരുന്നെങ്കിൽ അന്നേ അവൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കത്രീനാമ്മ തുടർന്നേനെ. കഴുത്തിലും കയ്യിലും കാതിലും ഒക്കെ ആവശ്യത്തിന് സ്വർണ്ണമുണ്ട്. അതുകൊണ്ട് അവളെ കണ്ട ആരും വിടില്ല. ഒരു പടിയൊക്കെ അടിച്ചു മാറ്റിയിട്ട് ജീവൻ തിരികെ തന്നാലും മതി, നമുക്ക് ആശ്വസിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ പേടിക്കേണ്ടത് അതല്ലടാ, പെണ്ണിൻ്റെ മാനം തന്നെയാ. ദേഹത്ത് കിടക്കുന്ന സ്വർണം പോയാലും അവൾക്കൊന്നും സംഭവിക്കരുതെന്നാ എൻ്റെ പ്രാർത്ഥന. കത്രീനാമ്മയോട് എന്നും ശത്രുത പുലർത്തിയിരുന്ന കറിയാച്ചൻ. അവർ പരസ്പരം മത്സരിച്ചു. എപ്പോഴും ജയം കത്രീനാമ്മയ്ക്കൊപ്പം നിന്നു. അതിനിടയിൽ കറിയാച്ചനെ കാണാതായി. ഉത്തരവാദി കത്രീന. അന്നു മുതൽ ടോമി കത്രീനാമ്മയെ നിശബ്ദയാക്കാൻ ഒരു പുതിയ അവതാരമെടുത്തു. ആ ദൗത്യം സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി ഒത്തിരി വഴിവിട്ട് സഞ്ചരിച്ചു. എന്താ, ശരിയല്ലേ? ഇനിയൊരു മറയുടെ ആവശ്യമില്ല. തുറന്നു പറയാം. പറഞ്ഞില്ലെങ്കിൽ പറയിപ്പിക്കും. അങ്ങനെ ഫോഴ്സ് ചെയ്ത് പറയിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ശരീരം നോവും. അതിലും നല്ലത് സകല തെളിവോടും അറസ്റ്റ് ചെയ്യപ്പെട്ട നീ നിന്റെ സ്വന്തം നാവുകൊണ്ട് സകലതും വെളിപ്പെടുത്തുന്ന. ബോണിയുടെ മരണം എങ്ങനെ സംഭവിച്ചു? റജിയെ നീ എന്ത് ചെയ്തു? രണ്ടും ഞങ്ങൾക്കറിയാൻ ആകാംക്ഷയുണ്ട്. ബോണിക്ക് സംഭവിച്ച എന്താന്ന് ഞാൻ പറയാം. പക്ഷേ റജിയുടെ കാര്യം എനിക്കറിയില്ല. എന്തുകൊണ്ടറിയില്ല? അവനെ തട്ടിക്കൊണ്ടുപോയത് നീയല്ലേ? അത് ഉരുളാതെ മര്യാദയ്ക്ക് ചോദിക്കുന്നതിന് സമാനം വേടാ. ദാ, ഇത് പോലീസിന്റെ ഭാഷ. ഞാൻ പറഞ്ഞത് സാധാരണക്കാരന്റെ ഭാഷ. ഇതിലേതാ നല്ലതെന്ന് വെച്ചാ ടോമിക്ക് തിരഞ്ഞെടുക്കാം. CI ജയകുമാർ തന്നെ ചോദ്യങ്ങളുമായി മുന്നിലേക്ക് വരണമെങ്കിൽ ആവാം. പക്ഷെ അപ്പോ ഞാൻ മുമ്പ് പറഞ്ഞത് സംഭവിക്കും. ശരീരം നോവും. എന്തു പറയുന്നു? ഞാൻ പറയാം. എന്ത്? എല്ലാം.
ആ, നടന്നത് നടന്ന പോലെ പറയണം. എല്ലാം അറിഞ്ഞിട്ട് ചോദിക്കുന്നവന്റെ മുന്നിൽ അടവുകൾ പയറ്റാൻ ശ്രമിക്കരുത്. ആ, എന്നാ തുടങ്ങിക്കോ. അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാൻ പറഞ്ഞ അനുസരിച്ച് എന്റെ ആൾക്കാർ റജിയെ ബലമായി കാറിക്കയറ്റി. നിർഭാഗ്യവശാൽ ഈ സംഭവം ഒരാൾ കണ്ടു. ആരാ? റജിയുടെ സുഹൃത്ത് ബോണി. ഇങ്ങോട്ട് ഇറങ്ങണം. എന്റെ ഗോഡൌണിലേക്ക് കൊണ്ടുവരികയായിരുന്നു ലക്ഷ്യം. ആ കടൽക്കരയിലുള്ള... അല്ല, ഇത് മറ്റൊരു ഗോഡൌണാ. എന്നിട്ട് റജിയുടെ സുഹൃത്ത് അവൻ കാറിനെ ഫോളോ ചെയ്തു. കത്രീനാമ കവലയിൽ വെച്ച് നിനക്കെതിരെ ഭീഷണി മുഴക്കി. ഇന്ന് വൈകുന്നേരം 4 മണിക്ക്. ദേ, ഇപ്പോ രാത്രി 10 മണി. നീ മരിക്കാൻ പോകും. കൊല്ലുന്നത് ടോമി കറിയാച്ചൻ. പക്ഷേ എന്റെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരുന്നത് കത്രീന അമ്മ. ടോമി കൊല്ലുന്നു, കത്രീന ജയിലിലാവും. രജുമോനെ, എങ്ങനെ മരിക്കാനാ നിനക്കിഷ്ടം? പറയടാ ടോമി, പറ. ടോമി പ്ലീസ്, എന്നെ കൊല്ലരുത്. എന്നെ കൊല്ലരുത്. കൊല ഉറപ്പാ. പ്ലീസ് ടോമി. എങ്ങനെ കൊല്ലണോന്ന് മാത്രം നിശ്ചയിച്ചിട്ടില്ല. എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്നെ കൊല്ലരുത്. എലേ, എന്ത് ചെയ്യാനോടാ അവൻ? എന്തും ചെയ്യാം. നീ അതടാ പറയടാ. എന്റെ താവളത്തിലേക്ക് ഒളിഞ്ഞും പാത്തും വന്ന നീ ആരാ? പറയടാ. ഞാൻ റജിയുടെ സുഹൃത്താ. ആഹാ, അത് ശരി. അപ്പൊ കൂട്ടുകാരനെ രക്ഷിക്കാനുള്ള വരവായിരുന്നല്ലേ? റജിയെ പൊക്കിക്കൊണ്ടുവന്നത് ഈ മഹാൻ കണ്ടിരിക്കുന്നു. അപ്പോ യവനെ ഇനി പുറം ലോകം കാണിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കൊണ്ടുവാ. ഇന്നു മുതൽ മയക്കുമരുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഞരമ്പിലൂടെ അത് ശരീരത്തിന്റെ നാനാഭാഗത്തോട്ടും ഈ തലച്ചോറിലോട്ടുമൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലൂടെ ആയിരിക്കില്ലല്ലോ അവന്റെ നടപ്പ്, അങ്ങ് ആകാശത്തുകൂടെ അല്ലയോ? ഏലിയാസേ, ആ സിറിഞ്ചും മരുന്നും ഒന്ന് കൊണ്ടുപോവാ. ആയിക്കോട്ടെ. ബോണി മരിച്ചു. കൊല്ലണമെന്ന് കരുതി ചെയ്തതല്ല, ശക്തമായ വീഴ്ചയിൽ സംഭവിച്ചു പോയതാ. എന്നെങ്ങനെ പറയാൻ പറ്റും? റജിയെ തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ട ദൃക്സാക്ഷിയാണ് ബോണി. അപ്പോ ബോണിയെ നീയും നിന്റെ ആൾക്കാരും ജീവിക്കാൻ അനുവദിക്കൂ? അവനെ കൊല്ലില്ലായിരുന്നു സർ. ഏതെങ്കിലും അജ്ഞാത സ്ഥലത്ത് ഒളിവിൽ പാർപ്പിച്ചേനെ. അവൻ പുറം ലോകം കാണാതിരുന്നാലും തെളിവ് നശിക്കുമല്ലോ. എന്നിട്ട് പിന്നെന്താ സംഭവിച്ചത്? ബോണിയുടെ ബോഡി നിങ്ങൾ എന്ത് ചെയ്തു? ബോഡിയിലുണ്ടായിരുന്ന വസ്ത്രം മാറ്റി പകരം റജിയുടേത് ധരിപ്പിച്ചു. കൊല ചെയ്യപ്പെട്ടത് റജിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ബുദ്ധിപരമായ നീക്കം. അത് താൽക്കാലികമായി വിജയം കാണുകയും ചെയ്തു. എന്നിട്ട് ബോണിയുടെ മുഖം തിരിച്ചറിയാനാവാത്ത വിധം വികൃതമാക്കി. എന്നിട്ട് ആ ശരീരം ബോട്ടിൽ കൊണ്ടുപോയി ആഴക്കടലിൽ തള്ളിയിട്ടു. ശരീരം കടലിൽ മുങ്ങിപ്പോയ റജി മിസ്സിംഗ്. അതല്ല, കരയ്ക്കടിയുകയാണെങ്കിൽ റജിയെ ആരോ മൃഗീയമായി കൊന്നു. സംഭവിച്ചത് ഇതിലേതായാലും അതിന്റെ ഉത്തരവാദി ഒരാൾ മാത്രം, പുലിക്കാട്ടിൽ കത്രീനാമ്മ. അന്നേ ദിവസം കവലയിൽ വെച്ച് റജിക്കെതിരെ കത്രീനാമ്മ മുഴക്കിയ ഭീഷണി അതിന് നിനക്ക് തുണയായുണ്ടായിരുന്നു. ആ അവസരം നീ നന്നായി വിനിയോഗിച്ചു. അല്പദിവസത്തേക്കാണെങ്കിലും നിരപരാധിയായ ഒരു സ്ത്രീയെ ജയിലിലിട്ടു, കോടതി കയറ്റി. എന്നിട്ടും റജിക്ക് എന്താ സംഭവിച്ചെന്ന് ഇവനിതുവരെ പറഞ്ഞിട്ടില്ല സർ.
ഇതൊക്കെ ഞങ്ങൾ ഊഹിച്ച കാര്യങ്ങൾ തന്നെയാണ്. അറിയാത്തത് റജിയെക്കുറിച്ചാണ്. ഇതൊക്കെ ഞങ്ങൾ ഊഹിച്ച കാര്യങ്ങൾ തന്നെയാണ്. അറിയാത്തത് റജിയെക്കുറിച്ചാണ്. അവനെ നീ എന്ത് ചെയ്തു? ബോണിയെ കടലിലെറിയുന്ന സമയം വരെ റജി ജീവനോടുണ്ടായിരുന്നു. അതിനുശേഷം നീ അവനെ കൊന്നോ അതോ? പറടാ, റജിക്ക് എന്ത് സംഭവിച്ചു? റജിക്ക് അവൻ പറ്റിച്ചു കളഞ്ഞതാ. എടാ, അവനെവിടെ? റജി എവിടെ? അവൻ കടന്നു കളഞ്ഞു. നാശം. കണ്ടില്ല. റജിയെ എങ്ങും കണ്ടില്ല. എല്ലായിടത്തും അലഞ്ഞു നടന്നു റജിയെ തേടി. കിട്ടിയില്ല സർ, അവനെ കിട്ടിയില്ല. സത്യമാണോ? അതെ. ശരി, തൽക്കാലം ഞങ്ങളിത് വിശ്വസിക്കുന്നു. അല്ല, മടങ്ങി വരുമ്പോ റജിയോട് ഉണ്ടായിരുന്നെങ്കിൽ നീ അവനെ എന്ത് ചെയ്യുമായിരുന്നു? കൊല്ലില്ല. വൈ? 2 കൊലപാതകം അതെന്തായാലും ചെയ്യില്ല സർ. പകരം അവനെ ഏതെങ്കിലും ഒരു അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുപോയി തള്ളുമായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് അവനെ കൊണ്ടുപോയി തള്ളിയിരിക്കുവോ ഇപ്പോഴും? അല്ലടാ റാസ്കൽ. ഇല്ല സർ, ഇല്ല. വേണ്ട വേണ്ട ജയ, ഇവൻ എങ്ങോട്ടും ഓടിപ്പോകാൻ പോകുന്നില്ല. സാവകാശം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഏതായാലും നീ ഒരു ബുദ്ധിമാനായ കൊലയാളിയാ. അതിബുദ്ധിമാനെന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ എവിടെയോ എന്തോ പാളിച്ച അത് സത്യത്തെ പുറത്തു കൊണ്ടുവരാൻ നിമിത്തമായി. എനിവേ, താങ്ക്സ് ടു ഗോഡ്. നിന്റെ കെട്ടിയോള് റൂബി, അമ്മ, പെങ്ങൾ ആരും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അധികം വൈകാതെ എല്ലാവരും അറിയും. ഇനി എവിടെ പോയാ സാറാമ്മയെടുത്തി? ഞാൻ എന്റെ മോളെ അന്വേഷിക്കാം. നേരം വെളുത്തിട്ട് നമുക്ക് ഇപ്പോഴും അവള് ജീവനോടെ ഇരിക്കുമെന്ന് എന്താ ഉറപ്പ്?